ഹലോ, ആലക്കുഴ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഈവനിങ്ങിൽ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ തൊഴാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പട്ടുപാടൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോക്ക് കഫക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പട്ടുപാട് സമയമില്ലായിരുന്നു. അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിൻ്റെ ചെറിയ വിഷമം ഉണ്ടായിരുന്നു, പട്ടുപാട് ഇടാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. എന്നാലും സാരമില്ല, ഞങ്ങൾ പരിപാടിയൊക്കെ കണ്ടിട്ടോ. താൽപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താൽപ്പൊലി വരുന്ന ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആവുന്നതിൻ്റെ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് മഞ്ഞുണ്ട്, മൂക്ക് വയ്യല്ലോ. അങ്ങനെ ഞങ്ങൾ താൽപ്പൊലി വരുന്ന ക്ഷേത്രത്തിലോട്ടാട്ടോ പോയത്. അവിടെ എന്താ പറയുക, ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു പരിപാടി കാണാനൊക്കെ. പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ചേച്ചിമാർ താൽപ്പര്യം എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ അയ്യപ്പന്മാർ ഭജന ചൊല്ലിയിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ പുലിക്കളിയും പിന്നെ ചെണ്ടക്കൊട്ടും ഭയങ്കരമായിട്ടുള്ളൊരു ഉത്സവം തന്നെയായിരുന്നു കേട്ടോ. അതേപോലെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂമും ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല നല്ല രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ മോക്കും ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് എന്താ പറയുക, അവൾ അസുഖം തന്നെ മറന്നുപോയിട്ട്. പിന്നെ അവിടുന്ന് പോരാനേ അവൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ആനേനെ കാണാൻ. ആനേനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞങ്ങൾ മോർണിംഗ് പോയ സമയത്ത് ആന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ആനേൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 ആനകളുണ്ടായിരുന്നേ. കുറേ സമയം അവിടെ നിന്നിട്ട്. അപ്പോൾ ഈവനിങ്ങും അവൾക്ക് ആനേനെ കാണാമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് അവൾ നമ്മളിവിടെ വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു. നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും പോകണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഈ ആനകളൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. നെറ്റിപ്പട്ട് അണിഞ്ഞും തിടമ്പൊക്കെ കയറ്റി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ട് തോന്നുന്ന ആനകളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല കൊമ്പൊക്കെ കുലുക്കി വരാൻ കാണാൻ മോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞങ്ങൾ